എല്ലാവർക്കും നമസ്കാരം. മാസ്റ്ററിലേക്ക് സ്വാഗതം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഏസ് ഓഫ് കപ്സ്, 9 of wands, 10 of wands, 8 of wands, page of swords, 4 of swords. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം പൊതുവിൽ നിങ്ങളുടെ ഒത്തിരി മാനസികമായിട്ട് നിങ്ങൾ കുറച്ച് നാളായിട്ട് അനുഭവിച്ചു പോന്നിരുന്ന ഒരു സംഘർഷം, അതായത് കുറച്ചധികം നാളായിട്ട് നിങ്ങളെ മാനസികമായിട്ട് അലട്ടിയിരുന്ന ഒരു കാര്യം, ആ ഒരു സംഘർഷം ഒഴിവാകുകയാണ്. നിങ്ങളെ കുറച്ചധികം തന്നെ നിങ്ങളെ ഒലിച്ചിരുന്ന കാര്യമായിരിക്കും അത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം നിങ്ങൾക്ക് വളരെ മനസ്സമാധാനം തോന്നുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സാധ്യമാകുന്നതിൻ്റെ അതുകൊണ്ട് തന്നെ ഒരു സ്വസ്ഥതയും മനസ്സമാധാനവും ഈ ഒരു മാസത്തിൽ ചില പ്രത്യേക കാര്യങ്ങൾ കൊണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സമാധാനം ലഭിക്കുന്നു എന്ന് തന്നെ പറയാം. ഏസ് ഓഫ് കപ്സ് ആൻഡ് പേജ് ഓഫ് സോർട്സ് എനർജിയാണ്. പുതിയൊരു തുടക്കമാണ് എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൽ എന്ന് പറയാം. ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കുന്നതിൻ്റെ സംതൃപ്തിയും മറ്റുമൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു സമയം എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള സാഹചര്യമാണ്. അതേപോലെ തന്നെ പുതിയ ബന്ധങ്ങൾ വരുന്നുണ്ട്. പുതിയ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ സൗഹൃദങ്ങളുണ്ട്, അതേപോലെ പ്രണയം സാധ്യമാകുന്നുണ്ട്. ഇപ്പോൾ പ്രണയമില്ലാത്തവരാണെങ്കിൽ പ്രണയത്തിലേക്ക് കൂപ്പുകൂത്തുന്ന സാഹചര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രണയത്തിലായിട്ടുള്ളവർ നിങ്ങളുടെ ബന്ധത്തിൽ ചെറിയ പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ ബന്ധങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴുള്ള പ്രണയബന്ധം അതിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നോക്കുക. അതുമായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള തീരുമാനമെടുക്കുക. കാരണം പുതിയ ചില ബന്ധങ്ങൾ പഴയ ബന്ധങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് അത്ര നല്ല ഒരു കാര്യമല്ല. അപ്പോൾ ഒന്നുകിൽ പഴയ ബന്ധം അത് അവസാനിപ്പിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക, അല്ലെങ്കിൽ ആ ഒരു ബന്ധം മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ പുതിയൊരു ബന്ധം തുടങ്ങി വയ്ക്കാതിരിക്കുക. അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നേക്കാം. കാരണം പ്രണയവും ഒത്തിരി സൗഹൃദങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ പുതിയ ഇമോഷൻസ്, ന്യൂ ഫൗണ്ട് ഇമോഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണമെന്ന് ചില ആളുകൾക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അത് ഉറപ്പുണ്ടാവില്ല. ഇന്ന ആളോട് ചിലപ്പോൾ ഒരു പ്രണയമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സഹതാപം പ്രണയമായിട്ട് തെറ്റിദ്ധരിക്കുന്നതൊക്കെ ആവാം. പക്ഷേ എന്ത് തന്നെയായാലും ഏതെങ്കിലും ഒന്നിൽ ഒരു വെള്ളത്തിൽ കാല് ചവിട്ടുക എന്നുള്ളതാണ് പറയാനുള്ളത്. നിങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളത് ആദ്യം തന്നെ പറയുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾക്ക് സെൽഫ് ലവ് ആവശ്യമാണ്. മറ്റുള്ളവർ പറയുന്നത്, മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളെ പ്രകീർത്തിച്ച് പറയുന്നുണ്ടാവും, കേൾക്കാനൊരു സുഖം ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ കൂടുതലൊരു ചായ്വ് ഉണ്ടായേക്കാം. പക്ഷേ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾ എന്താണെന്ന് ആദ്യം അക്സെപ്റ്റ് ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവർ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താണ്, നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ. അപ്പോൾ വെറുതെ നിങ്ങളെ പ്രകീർത്തിച്ച് കാര്യം കാണാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും. അതേപോലെ തന്നെ പുതിയ യാത്രകൾ കാണിക്കുന്നുണ്ട്, സാഹസികമായിട്ടുള്ള യാത്രകളും കാര്യങ്ങളൊക്കെ. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ മരുന്നിൽ മാറ്റം വരുത്തുന്നുണ്ട്, ഡോക്ടർ മാറുന്നുണ്ട്, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് മാറുന്നുണ്ട്. ഇപ്പോൾ അലോപ്പതിയിൽ നിന്ന് ആയുർവേദ ആ ഒരു രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കാം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, പ്രായത്തിൻ്റേതായിട്ടുള്ള ഒരു സാഹചര്യമാണെങ്കിലും ചെറുപ്രായത്തിലുള്ളവരും പ്രായമായിട്ടുള്ളവർക്കും ആവാം. കാരണം ഇതൊരു എനർജിയാണ്. അപ്പോൾ എല്ലാവർക്കും പ്രായത്തിനനുസരിച്ചിട്ടും ആ ഒരു എനർജി നിലനിർത്തുന്നവർ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് തോന്നുന്നുണ്ടാവും. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നില്ലാത്ത പക്ഷം പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും, ഫ്രസ്ട്രേറ്റഡ് ആവും, ദേഷ്യം വരും, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു റെസ്റ്റ്ലെസ് ആയിട്ടുള്ള എനർജി ആയതുകൊണ്ട് തന്നെ റിട്ടയർ ആയിട്ടുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഹോബി കണ്ടെത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക, സ്ഥിരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. റിട്ടയർ അല്ലാത്തവരാണെങ്കിലും നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കാതിരിക്കാൻ പരമാവധി ഫ്രീ ടൈം ഒഴിവാക്കുക. സുഹൃത്തുക്കളോടൊപ്പം നിൽക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ
പരീക്ഷണങ്ങൾ നടത്താം, പുതിയ ഹോബീസ് കാര്യങ്ങൾ, അങ്ങനെയൊക്കെ പുതിയ കാര്യങ്ങൾ പഠിക്കാം, എന്തെങ്കിലും കോഴ്സിന് ചേരാം. അതിന് പ്രായമായിട്ടുള്ളവരാണെങ്കിൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കോഴ്സ് കാര്യങ്ങൾ മറ്റു രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുക. കാരണം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനൊക്കെ ഒത്തിരി ക്യൂരിയോസിറ്റി ഉള്ള സമയമാണ്. അപ്പോൾ ഇവിടെ ഒഴിവാക്കേണ്ടുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക. ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഇല്ല എങ്കിൽ ആ വ്യക്തിയുടെ അഭാവത്തിൽ ആ വ്യക്തിയെ കൂടെ തെറ്റുകുറ്റങ്ങൾ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് എടുത്ത് പറയുന്നത്. പിന്നെ പുതിയ പുതിയ പല കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഇതൊക്കെ വളരെ നല്ലൊരു സാഹചര്യമാണ്. അതേപോലെ തന്നെ 9 ഓഫ് ഫോൺസ് ആൻഡ് 8 ഓഫ് ഫോൺസ് എനർജിയാണ്. വളരെ പെട്ടെന്ന് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിച്ച കാര്യമോ അല്ലെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നത് തന്നെ ആയിരിക്കാം. പക്ഷേ അത് പൊതുവിൽ ഒത്തിരി സമയമെടുത്ത് ഇപ്പോൾ ഒരു 9 മാസം എടുക്കുമെന്ന് പറയുന്ന കാര്യങ്ങൾ 3-4 മാസത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് 9 മാസത്തേക്കായിരിക്കും അത് പ്രതീക്ഷിച്ച് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ 3 മാസത്തിൽ നടക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ റെഡിയാക്കേണ്ടി വരും. അപ്പോൾ ഓടി നടന്ന് പെട്ടെന്ന് കാര്യങ്ങൾ റെഡിയാക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇന്ന വരെ സമയമുണ്ട് എന്ന് പറഞ്ഞാലും അതിന് എന്തെങ്കിലും തയ്യാറെടുപ്പ് ആവശ്യമുണ്ട്, ഡോക്യുമെൻറ്റേഷൻസോ കാര്യങ്ങളോ, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകാനുള്ള വിസ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന് വേണ്ടതെല്ലാം ആദ്യമേ റെഡിയാക്കി വയ്ക്കുക. ഇനി സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കാത്തിരിക്കാതിരിക്കുക. കാരണം ഈ ഒരു മാസം നമുക്ക് ഇനിയും സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന പല കാര്യങ്ങളും പെട്ടെന്ന് റെഡിയാവുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് റെഡിയാവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ അപ്പം കിടന്ന് ഓടേണ്ടി വരും, ധൃതി പിടിക്കേണ്ടി വരും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ നേരത്തെ കാലേകൂട്ടി ചെയ്തു വയ്ക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം നല്ലതായിരിക്കും. അതേപോലെ വളരെ ആക്റ്റീവായിട്ട് ഇരിക്കേണ്ടുന്ന ഒരു സമയമാണ്. ആക്റ്റീവായിട്ടിരിക്കുന്ന സമയമാണ്. ആക്റ്റീവ് ആകുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും ചെയ്യാനുള്ള താല്പര്യം കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ ചില കാര്യങ്ങൾ ഒത്തിരി ശ്രമിച്ചിട്ടും നടക്കാതെ പോകുമ്പോൾ ഇനി ഇത് നടക്കില്ല എന്ന് വിചാരിക്കുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ഡോണ്ട് ഗീവ് അപ്പ്, വിട്ടുകളയാതിരിക്കുക, ശ്രമിക്കുക വീണ്ടും മുന്നോട്ടേക്ക്. നിങ്ങൾ അതിൻ്റെ അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇവിടെ ചില സിറ്റുവേഷനിൽ ചില ആളുകൾക്ക് തൊട്ടടുത്തെത്തിയിട്ട് നമ്മൾ പറയില്ലേ, വാതിൽക്കൽ എത്തിയിട്ട് കലമുടയ്ക്കുന്നു എന്ന്. കാരണം അതിൻ്റെ തൊട്ടടുത്തെത്തി, വാതിൽ വരെ എത്തി, ഇനി അകത്തേക്ക് കടന്നാൽ മതി. പക്ഷെ അവിടെ എത്തുമ്പോഴത്തേക്കും നിങ്ങൾ ക്ഷീണിച്ചു പോകും. അങ്ങനെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇനി ഇതൊന്നും നടക്കില്ല എന്ന് വിചാരിക്കുന്നത്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, ചില മത്സര പരീക്ഷകൾക്കൊക്കെ വേണ്ടി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നവർ, ഇനി ഒരിക്കലും നടക്കില്ല എന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് നടക്കുന്ന സമയമാണ്. വിട്ടുകളയാതിരിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ വിജയമാണ്. അതിപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിലും ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർ, പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പ്രഗ്നൻ്റ് ആവാൻ ശ്രമിക്കുന്നവർ, ഇതൊക്കെ പലരും ആ ലാസ്റ്റ് സ്റ്റെപ്പിലാണുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഫൈനൽ പുഷാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. 10 ഓഫ് സോർട്സ് ആൻഡ് പേജ് ഓഫ് സോർട്സ് എനർജിയാണ്. പല കാര്യങ്ങളും ഈ ഒരു മാസം തുടങ്ങി വയ്ക്കുന്ന കാര്യങ്ങൾ ഈ ഒരു മാസത്തിൽ തന്നെ അവസാനിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഇത് ചില മാതാപിതാക്കളെ സംബന്ധിച്ചാണ്. നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നു, മക്കളുടെ പ്രായം അനുസരിച്ചിട്ട് നോക്കുക. ഒരു 10-25 വയസ്സായിട്ടുള്ളൊരു വ്യക്തിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് വാങ്ങിക്കുന്നത്, അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത് എങ്കിൽ അവരുടേതായിട്ടുള്ള പ്രായമായി അവർക്ക് ജോലിയുള്ളവരാണ് എങ്കിൽ, ജോലി ഇല്ലാത്തവരാണെങ്കിൽ ജോലി കണ്ടുപിടിക്കുന്നത് വരെ തൽക്കാലം അവരുടെ കാര്യങ്ങൾ നോക്കാനുള്ള പാർട്ട് ടൈം എന്തെങ്കിലും ജോലി ചെയ്ത് ആ ഒരു രീതിയിലേക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോകാൻ ശ്രമിക്കുക. അമിതമായിട്ടുള്ള ലാളനയും കാര്യങ്ങളും പിന്നീട് നെഗറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിച്ചേക്കാം എന്നുള്ളത്. കുട്ടികളെ ചെറുതിലെ തന്നെ ആ ഒരു സെൽഫായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളത് എടുത്ത് പറയുന്നു. അമിതമായിട്ടുള്ള ഭാരം കൊണ്ട് നടക്കുന്ന ചില ആളുകൾ കാണിക്കുന്നുണ്ട്. ഇത് തിരിച്ചുമാണ് കേട്ടോ. ചില മക്കളെ സംബന്ധിച്ചിടത്തോളം ആണ് പാരൻസ് അവരുടേതായിട്ടുള്ള ആരോഗ്യമുള്ളവരായിരിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ എല്ലാം ചെയ്തു കൊടുക്കുന്ന, അല്ലെങ്കിൽ അവരുടെ അമിതമായിട്ടുള്ളൊരു ഓവറായിട്ട്, അതായത് ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വിടാതിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എന്നുള്ളത് കൂടി ഇവിടെ എടുത്ത് പറയുന്നു. പിന്നെ അമിതമായിട്ട് വർക്ക് ചെയ്യുന്നത് ചില ആളുകൾ ഭയങ്കര വർക്കഹോളിക്കായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഈ ഒരു മാസം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ജോലി എന്നുള്ളൊരു ചിന്തയിൽ നടക്കുന്നത് അത്ര നന്നല്ല. കാരണം കുടുംബം, മറ്റു കാര്യങ്ങൾ, സൗഹൃദങ്ങൾ, സോഷ്യൽ ലൈഫ്, ഇതൊക്കെ എൻജോയ് ചെയ്യുക. ഓവറായിട്ട് ജോലി ചെയ്ത് എക്സോസ്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എക്സോസ്റ്റഡ് ആയിട്ട്, അതായത് ക്ഷീണിച്ച് റെസ്റ്റ് എടുക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഓവർ വർക്ക് ചെയ്ത് നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത്, ശാരീരിക ആരോഗ്യത്തെ ബാധിക്കുകയും കിടപ്പിലാകാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. അതായത്
എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്ന് റെസ്റ്റ് എടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങളായിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കുക. ആവശ്യത്തിന് വേണ്ടുന്ന റെസ്റ്റ് കൃത്യമായിട്ട് എടുക്കുക. ഉറക്കമൊന്നും ഒഴിവാക്കാതിരിക്കുക. കാരണം ചില ആളുകൾ 2-3 മണിക്കൂറൊക്കെ ഉറങ്ങാൻ ശ്രമിക്കുന്നുണ്ടാവും ഓവറായിട്ട് വർക്ക്. അത് നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക. ഉറക്കം ഒഴിവാക്കാതെയും റെസ്റ്റ് ഒഴിവാക്കാതെയും ഇരിക്കുക എന്ന് പ്രത്യേകം പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.